ചോദ്യം നമ്പർ 64 ശ്രീ കെ ഡി പ്രസേനൻ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. യെസ് സർ, ചോദ്യം 64A, വന്യജീവി ആക്രമണം പ്രതിരോധത്തിനായി ഏതൊക്കെ മിഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. സർ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി 12 മിഷനുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ 1, മിഷൻ സോളാർ ഫെൻസിംഗ് 2, മിഷൻ വൈൽഡ് പിഗ് 3, മിഷൻ സർപ്പ 4, മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം PRT 6, മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് 7, മിഷൻ ട്രൈബൽ നോളജ് ഗോത്രബേരി 8, മിഷൻ സെൻസിറ്റൈസേഷൻ ടു പബ്ലിക് 9, മിഷൻ സയൻസ് ഓൺ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് 10, മിഷൻ ഗുണോമക്കാക്ക് മിഷൻ മഞ്ഞ 1, മിഷൻ 12 കൃഷി പുനരുജ്ജീവനവും വന്യജീവി സംഘം രൂപീകരിക്കുക എന്നിവയാണ് 12 മിഷനുകൾ. ഈ മിഷനുകളുടെ പ്രവർത്തനം വിവിധ വകുപ്പ് തലത്തിലും സർക്കാർ തലത്തിലും വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി നിരന്തരം വിലയിരുത്തി വരുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച മിഷനുകളുടെ പ്രവർത്തനപരമായി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമുണ്ടാകുന്ന മരണനിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനകീയ വേദി പ്രഖ്യാപിച്ച മനുഷ്യ വന്യജീവി സംസ്കരണ ലഘൂകരണ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കുകളിലെ പരാതികൾ സ്വീകരിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തീർപ്പ് കൽപ്പിച്ചത് കാരണം നിലവിൽ പരാതികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സുവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിലൂടെ വനം വകുപ്പും മറ്റ് വകുപ്പുകളുമായുള്ള ഏകോപനവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും വനം വകുപ്പിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആയതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ നിർദ്ദേശപ്രകാരം ടേബിൾ ചെയ്തു. ശ്രീ കെ ഡി പ്രസേനൻ. സാർ, ശ്രീ ആൻസലൻ. വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകരുടെ ജീവനും ജീവിതോപാധികളുമെല്ലാം സംരക്ഷിക്കണം. അതിന് കാലാനുസൃതമായ കേന്ദ്ര വനനിയമത്തിൽ മാറ്റം വേണം. താൽക്കാലികമായ പ്രതിരോധ പ്രവർത്തനത്തിന് 1000 കോടിയെങ്കിലും അനുവദിക്കണം എന്ന നിവേദനം നിരന്തരമായി കേരളം കേന്ദ്രത്തിൽ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ആകെ ജീവികളുമായി ബന്ധപ്പെട്ട് കേരളത്തിനാകെ കിട്ടിയത് ആമമുട്ടയാണ് എന്നെല്ലാവരും ചോദ്യം. അതേസമയം പാകിസ്ഥാനുമായുള്ള സംഘർഷാവസ്ഥ നേരിടാൻ 8 ലക്ഷം കോടി അനുവദിച്ച കേന്ദ്ര ബജറ്റാണ് കണ്ടത്. സാർ, പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ മനുഷ്യരെ അവശേഷിക്കണ്ടേ? ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ കർഷകരുടെ ജീവിതോപാധികളുമെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ കേരളം തനതായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കുന്നുണ്ടോ? മിനിസ്റ്റർ. സർ, കേന്ദ്ര ബഡ്ജറ്റ് വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട മേഖലയിൽ മാത്രമല്ല കേരളീയ ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തികഞ്ഞ അവഗണന കാണിച്ച പ്രതികാര ബുദ്ധിയോടുകൂടിയ ഒരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിനെയും കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെയും ഒരു തരത്തിലും താരതമ്യപ്പെടുത്താനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനോ സാധിക്കുന്നതല്ല. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഈ സംഘർഷം കുറക്കുന്നതിന് 29 കോടി രൂപയാണ് അധികമായി അനുവദിച്ചിട്ടുള്ളത് എന്ന വസ്തുത അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിവിധ പദ്ധതികൾക്ക് രൂപകൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സാർ, മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവികളും ആദ്യമകാലത്ത് വന്യജീവി വിഭാഗത്തിൽപ്പെട്ടതായിരുന്നല്ലോ. പിന്നീട് മനുഷ്യരും ഇന്ന് നമ്മൾ കാണുന്ന വളർത്തുമൃഗ പട്ടികയിൽപ്പെടുന്ന ജീവികളുമെല്ലാം വീട്ടുമൃഗങ്ങളും വീട്ടുമനുഷ്യരുമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ പേരുമാറ്റം കൊണ്ടുണ്ടായ പല മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരുടെ പ്രധാന ഭക്ഷ്യവസ്തുവായി ഇന്ന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇക്കാലത്ത് വനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്ന പുതിയ ഇനം മൃഗങ്ങളെയും പക്ഷികളെയും നാട്ടുപോത്തുകളെ പോലെ നാട്ടുകോഴികളെ പോലെ ഉപയോഗപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ആവശ്യമായ അംഗീകാരം നൽകാൻ സന്നദ്ധമാകുമോ എന്നതാണ്. മിനിസ്റ്റർ. സർ, ഇത് വളരെ കാലമായി കേരളത്തിലെ നിയമസഭയിൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്.
അങ്ങേക്കും സഭക്കും അറിയുന്നത് പോലെ വനം വന്യജീവി വകുപ്പ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ നിശ്ചയിക്കുന്ന പട്ടികയിലെ ഇനങ്ങളനുസരിച്ച് മാത്രമേ കേരള സർക്കാരിന് പ്രത്യേകമായി എന്തെങ്കിലും അനുവാദം നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ കാട്ടുപന്നികളെ പോലും വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്ന കർക്കശമായ നിയമമാണ് കേന്ദ്ര നിയമത്തിലുള്ളതെങ്കിലും കേരള സർക്കാർ അതിനെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്തി അവിടെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും നൽകിയിട്ടുണ്ട്. സർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം 5000-ലേറെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തുകൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഈ കാര്യത്തിൽ കുറേയേറെ പുരോഗതി കൈവരിക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള സഹായധനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷൂട്ടർമാർക്ക് 1000 രൂപയും സംസ്കാര നടപടികൾക്കായി 2000 രൂപയും നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പല പഞ്ചായത്തുകളും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട MLA-മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പുതിയ ഭരണസമിതിക്ക് അത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടായി കാണില്ല. അവരുമായി ചർച്ച നടത്തി അവരുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. സ്റ്റേസി മൊയ്തീൻ. സർ, വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനത്തിനായി രൂപീകരിച്ചിട്ടുള്ള RRTകളുടെ സേവനം കുറേയേറെ ഗുണം ചെയ്തിട്ടുണ്ട് സർ. പക്ഷേ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. സേനയിലെ ആളുകളുടെ അംഗബലം, അതുപോലെ തന്നെ വാഹനങ്ങൾ, ആയുധങ്ങൾ, എത്തിച്ചേരാനുള്ള മറ്റ് സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, ഇവയുടെ കാര്യത്തിലൊക്കെ ഇനിയും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആ കാര്യത്തിൽ എന്തെങ്കിലും സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സർ, ഇത് ആക്രമണം നടക്കുന്ന മേഖലകളിൽ ഉള്ള തദ്ദേശവാസികളുടെ വളണ്ടിയർ സംവിധാനത്തെ കൂടി പരിശീലനം നൽകി കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ട്. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പിലെ ജീവനക്കാർ, വാച്ചർമാർ തൊട്ട് റേഞ്ച് ഓഫീസർമാർ വരെയുള്ളവർ അവരുടെ പ്രവർത്തനത്തിൽ ഗുണപരമായ കുറേയേറെ മാറ്റങ്ങൾ ഇതിനകം വരുത്തിയിട്ടുണ്ട്. ജനസൗഹൃദ വകുപ്പായി വനം വകുപ്പിനെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിൽ അവർ നല്ല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാവശ്യമായ തോതിലുള്ള ആധുനിക ഉപകരണങ്ങൾ നൽകുന്നതിൽ വേണ്ടത്ര പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്നും 100 കോടി രൂപ അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇതിൻ്റെ ഭാഗമായി തന്നെ പുതുതായി 6 ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുറക്കുന്നതിനാവശ്യമായ ഉത്തരവും ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കല്ലാറിലും ഇടുക്കിയിലെ ആനക്കുളത്തും കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിലും മലമ്പുഴയിലെ പാലക്കാടും കണ്ണൂരിലെ കൊട്ടിയൂരും കാസർഗോഡ് ബന്തെടുക്കയിലുമാണ് ഈ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത്. ഇതോടുകൂടി കുറേ കൂടി വ്യാപകമായ തോതിൽ ഈ സേനയുടെ പ്രവർത്തനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഈ കാര്യത്തിൽ PRTകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഈ വന്യമൃഗ സംഘർഷം പോലെ തന്നെ വളരെ അപകടകരമായ ഒരു നിലയാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്ന പൊതുവഴികൾ. PW റോഡും പഞ്ചായത്ത് റോഡുകളും എല്ലാം ഉണ്ട്. അത്തരം പാതയോരങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ. സർ, കഴിഞ്ഞ ആഴ്ച എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഇടിഞ്ഞാർ കുളച്ചലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കെ ഒരു മരം ഒടിഞ്ഞു വീണ് ഷൈജു എന്ന ഹർഷകുമാർ ദാരുണമായി കൊല്ലപ്പെട്ടു. സർ, ഇത്തരത്തിലുള്ള പാഴ്വൃക്ഷങ്ങളെ, അപകടകരമായ വൃക്ഷങ്ങളെ മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ മരണപ്പെടുന്ന ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഉള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? സർ, വനത്തിനുള്ളിലൂടെ പോകുന്ന റോഡുകളുടെ ഇരുവശത്തും മരങ്ങളാണുള്ളത്. ആ മരങ്ങളുടെ ശാഖകൾ പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന കാര്യം മെമ്പർ സൂചിപ്പിച്ചത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രത്യേകമായി ധനസഹായം നൽകുന്നതിനുള്ള സ്കീമൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലില്ല. പക്ഷേ അതും പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി സംസാരിച്ച് പരിഹാരം കാണാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ PRTകൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാൽ അത്തരം അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. ആ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ ഉപയോഗപ്പെടുത്തിയാൽ
ഒരു പരിധിവരെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ശ്രീ രാജഗോപാലൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ലിൻഡോ ജോസഫ്, പെട്ടെന്ന് ലിൻഡോ, സമയം. എൻ്റെ ചോദ്യം, തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 37.5 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നടപ്പിലാക്കാൻ നബാർഡ്, RKVY പദ്ധതി, അതോടൊപ്പം MLA ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു 25 കിലോമീറ്റർ കൂടി ഫെൻസിങ്ങിന് ആവശ്യമായ പണം അനുവദിച്ചാൽ തിരുവമ്പാടി മണ്ഡലത്തെ പൂർണ്ണമായിട്ടും ഈ മനുഷ്യ വന്യജീവി സംഘർഷം നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അതിനാവശ്യമായ പണം അനുവദിക്കുമോ എന്ന്? തിരുവമ്പാടിയിൽ പണം അനുവദിക്കുമോ? സർ, തിരുവമ്പാടിയിലെ മെമ്പർ നിരന്തരമായി ഞങ്ങളുമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു മെമ്പറാണ്. അവിടെ ഞാൻ പലവട്ടം പോവുകയും പ്രശ്നങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതികൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വളരെ വൈകാതെ തന്നെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഒന്ന് പരിശോധിച്ച് ഒരു ഹോട്ട്സ്പോട്ടായി കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രീ AP അനിൽകുമാർ, പെട്ടെന്ന്, സമയമായി. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച്. സർ, അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും വനംവകുപ്പ് ചെയ്താൽ കുറേയേറെ ആശ്വാസം കിട്ടും. സർ, ഞാൻ അങ്ങേ 2 ദിവസം മുമ്പ് വിളിച്ചു. സർ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു. സർ, കരടിയെ പിടിച്ച് കൂട്ടിലാക്കി. ആ കരടിയെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി, ഞങ്ങളത് തിരിച്ച് കാട്ടിലേക്ക് അയച്ചു. ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കരടിയെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ അയക്കുന്ന പറയും. സാർ, നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വളരെ അടുത്തടുത്തുള്ളതാണ്. അപ്പോൾ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സൂവിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സാർ, ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ ഏതായാലും, കടുവയായാലും കരടിയായാലും പുലിയായാലും, അവരെ സൂവിലേക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സർ, ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത്. ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ്. എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശ്ശൂരിൽ പുതുതായി ആരംഭിച്ച സുവോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും അത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പിടികൂടിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് അത്തരമൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്.